നമസ്കാരം ഗൈസ്, ആർജിയാണ്. വണ്ടി അടിച്ചിട്ട് കുറെ പേരെ വിളിച്ച് മെസ്സേജ് അന്വേഷിച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. കുറെ പേരുടെ കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല, ഫോണിൽ ചാർജില്ലായിരുന്നു ഗൈസ്. ഇന്നലെ രാത്രി നേരത്തെ വീട്ടിലേക്ക് വന്നു, എനിക്കൊരു 9 മണിക്ക് നേരത്തെ വീട്ടിലേക്ക് വന്നു. ഇന്നലെ ഇവിടെ ആണെങ്കിൽ നല്ല വെയിലാണ്, ഭയങ്കര കഷ്ടകാലത്തിന് ഗൈസ്. കറണ്ട് ഇല്ല. ഇന്നലെ ഉച്ചയ്ക്ക് പോയ കറണ്ടാണ്. ഇവിടെ അടുത്തൊരു ട്രാൻസ്ഫോമർ കത്തിപ്പോയി കൊങ്ങൽപ്പള്ളിയിൽ. അപ്പോൾ കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് വീട് ഫുള്ളും ഷോവാണ്. വെള്ളമില്ല. വീട്ടിൽ രാവിലെ എണീറ്റപ്പോൾ ലേറ്റ് ആയിട്ടാണ്. വെള്ളമില്ലാത്തതുകൊണ്ട് രാവിലത്തെ ഒരു പഴി നടന്നിട്ടില്ല. ഇവിടെ കറണ്ട് പോയ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ട് പെട്ട അവസ്ഥയായി പോയി. പിന്നെ ഇനിയിപ്പോൾ കറണ്ട് വരുമ്പോഴേക്കും വെയിറ്റ് ചെയ്യണം. വൈകിട്ട് 5 മണിക്ക് കറണ്ട് വരുന്ന പറഞ്ഞത്. വൈകിട്ട് 5 മണിക്ക് കറണ്ട് വരുന്നതാണെങ്കിൽ ഞാനിപ്പോൾ ഫോൺ ചാർജിലായിട്ട് ഇവിടെ കുന്നർപ്പള്ളിയിൽ ഒരു കടയിൽ, അനിയന് പരിചയമുള്ള കടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഫോൺ കൊണ്ട് ചാർജ് കുത്തിയിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയത്. അതുകൊണ്ട് ഇന്നിപ്പോൾ വർക്കിന് ഇറങ്ങാൻ ചാൻസ് കുറവാണ്. പക്ഷേ എങ്കിലും മാക്സിമം വർക്കിന് ഇറങ്ങാൻ നോക്കും. കാരണം വർക്കിന് ഇറങ്ങിയിട്ട് ശരിയാവില്ല. വർക്കിന് ഇറങ്ങാൻ പറ്റും, അത്രയും ആയി. അതുകൊണ്ട് വർക്കിന് ഇറങ്ങണം. വൈകിട്ട് ഇനി കറണ്ടൊക്കെ വന്ന് ഫോണൊക്കെ ചാർജ് ഫുൾ ആക്കിയിട്ടാണ് ഇറങ്ങാൻ. ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ അതും കൂടി ഓൺ ആക്കിയിട്ടാണ് ഇറങ്ങാനായിട്ട്. പിന്നെ കുറെ പേര് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കെയർ കൊണ്ട് പറഞ്ഞു വണ്ടിപ്പണിയാണ്, ബുദ്ധിമുട്ടാവും, പോകാതിരിക്കണം നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ ഗൈസ്, ഈ പണിയായതുകൊണ്ട് ഒരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം, വയ്യെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. എപ്പോഴാണെങ്കിൽ നിർത്തി പോരാം. നമ്മളെ ഭരിക്കാനായിട്ട് മാനേജർമാരോ അല്ലെങ്കിൽ മുതലാളിമാരും ഉണ്ടാവില്ല. ചോദിക്കാനും പറഞ്ഞ് ചീത്ത പറയാനും പ്രശ്നം ഉണ്ടാകാൻ ആരും ഉണ്ടാവില്ല. കിട്ടുന്ന ഫുഡ് കറക്റ്റ് കസ്റ്റമറിന് കൊണ്ട് ഡെലിവറി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ഏണീസ് കുറച്ച് കിട്ടും. പിന്നെ പെട്രോൾ വാഷ് മുതലാക്കുന്ന പോലെ സൂക്ഷിച്ച് വണ്ടി പതുക്കെ ഓടിച്ചാൽ പെട്രോൾ വാഷ് നമുക്ക് ലാഭിക്കാം. അല്ലെങ്കിൽ പെട്രോൾ വാഷ് തികയൂല. അത് ഇച്ചിരി പണിയാണ്. അത് മാത്രം വെച്ച് ബുദ്ധിമുട്ട്. ഇവിടെ ടെറസിന്റെ മുകളിൽ ഈ ഒരു ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷീറ്റിന്റെ അടിയിൽ ഒന്ന് മുകളിൽ നിൽക്കാം. ടെറസിന്റെ മുകളിൽ റൂമിൽ ഭയങ്കര ചൂട് കേസ്. വെയിൽ പൊള്ളുന്ന വെയിൽ, ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ചൂട്, വിയർത്ത് കൊലിക്കുകയാണ്. അതുകൊണ്ട് മുകളിൽ വന്നിരിക്കാൻ ഞാൻ കുറച്ചേരം ഇവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെറുതായിട്ട് കാറ്റടിക്കപ്പോൾ കുഴപ്പമില്ലാവും. ഇനി കറണ്ട് വന്നിട്ട് ഫോണൊക്കെ ചാർജ് ആയിട്ട് നമ്മൾ പണിക്കിറങ്ങുള്ളൂ. കാലുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇച്ചിരി ഞൊണ്ടിയാണ് നടക്കുന്നത്. ഇച്ചിരി പെയിൻ കൂടുതലാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വർക്കിന് ഇറങ്ങണം. വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. എന്നാലും നമുക്ക് ശ്രുതിയെ കൊണ്ട് പോകാനുള്ള പ്ലാനാണ് ഇന്ന്.